ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. തിരുവോണം ആയതുകൊണ്ട് തന്നെ ഇന്ന് നേരത്തെ എണീറ്റ് വിളക്കൊക്കെ തെളിച്ച് വെച്ചിട്ടുണ്ടേ. ഇവിടെ ബാക്കി എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുക. റിത്തൂസ് എണീറ്റിരിപ്പുണ്ട്. അപ്പോൾ മൂടൊക്കെ ഒന്ന് ശരിയാക്കിയതിന് ശേഷം അവനെ കുളിച്ച് റെഡിയാക്കി ഇനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാവേ. ഇത് ഈ ധാവണിയാണ് ഓണക്കോടിയായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും റെഡിയായി ക്ഷേത്ര ദർശനത്തിലേക്ക് നമുക്ക് കടക്കാം. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് തിരിച്ച് ഇനി ഡ്രസ്സൊക്കെ വീണ്ടും നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ കിച്ചണിലേക്കും പൂക്കളിലേക്കൊക്കെ ഉള്ള മെയിൻ ആയിട്ടുള്ള പരിപാടിയിലേക്ക് കിടക്കണേ. അപ്പോൾ എല്ലാം സെറ്റായി നമുക്കിനി പരിപാടിയിലേക്കൊക്കെ കടക്കാം കേട്ടോ. പൂവിൻ്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ അച്ഛനും മോനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനിടെ ചെറിയ ചെറിയ ഓണത്തല്ലുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആളുടെ മുഖം അതാണ് തീരെ തെളിവില്ലാത്തത്. ഇവരുടെ തല്ല് സോൾവ് ചെയ്യാൻ പോയാൽ നമ്മളുടെ ഓണം ഇന്ന് എവിടെ എത്തില്ല. അപ്പോൾ അവരെ തന്നെ സോൾവ് ചെയ്ത് തീർക്കട്ടെ. പൂവൊക്കെ ഇതേ പകുതിയോളം കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പച്ചിലൊക്കെ ഒരു ക്ഷാമം ഇല്ലാത്തതുകൊണ്ട് തന്നെ വെറുതെ ഇരിക്കുന്ന അച്ഛനും മോനും ഞാൻ ഒരുപാട് ഇലകളൊക്കെ പറിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അവരിരുന്ന് കട്ട് ചെയ്യട്ടെ. കിച്ചണിലെ ഏരിയയിലേക്ക് പോയപ്പോൾ അമ്മ അതേ മീനൊക്കെ ഇവിടെ കായൊക്കെ തേച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് നെയ്ച്ചോറും ഫിഷ് കടായുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് നേരത്തെ മൽപ്പിടുത്തത്തിന് ശേഷം നമ്മുടെ കിച്ചണത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ പൂക്കളുടെ ഏരിയയിലേക്ക് പോയി. ഇവിടെ ഇത് നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പണി കൊടുത്ത് പച്ചിലയൊക്കെ അങ്ങനെ അച്ഛനും മോനും ഇവിടെ കിടന്നു ഇരുന്നൊക്കെയാണ് ഇവിടെ പൂക്കളം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കും അതിൽ പങ്കാളികളാവണ്ടേ. ഇതേ മണ്ണിട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലാണ് പൂക്കളം ഒരുക്കുന്നത്. കുറച്ച് നേരത്തെ മെനക്കേടിന് ശേഷം എന്ന് തന്നെ പറയാം. നമ്മൾ കിടന്നു ഇരുന്നൊക്കെ ആയിട്ട് പൂക്കളം സെറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് പുറത്തുള്ള പൂക്കളത്തിലും പൂക്കളൊക്കെ ഇട്ടു. ഉച്ചയ്ക്ക് ഏട്ടൻ്റെ 2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അപ്പോൾ നെയ്ച്ചോറും ഫിഷ് കടായിയൊക്കെ കഴിച്ചു. ഈവനിങ് ആയപ്പോൾ നമ്മൾ ഇതേ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഒരു ഔട്ടിങ്ങിന് വേണ്ടി പോവാണ്. ഇന്ന് നാത്തൂൻ്റെ വീട്ടിലേക്കും പോകുന്നുണ്ട്, എൻ്റെ വീട്ടിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ റിക്വസ്റ്റ് ഇതേ സെറ്റായി നിൽക്കുന്നുണ്ട്. ഏട്ടൻ ഓട്ടോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. നാത്തൂൻ്റെ വീട്ടിലെ കറക്കമൊക്കെ കഴിഞ്ഞ് നേരെ പോകുന്നത് എൻ്റെ വീട്ടിലോട്ടാണ്. വീടെത്തിയപ്പോൾ തന്നെ ചേച്ചി അച്ചൂസും നമ്മളെ കാത്തിരിക്കുമായിരുന്നു. വീട്ടിൽ കയറിയിരുന്ന അധിക ടൈമൊന്നും സ്പെൻഡ് ചെയ്യാൻ നേരില്ല. നൈസായിട്ടൊരു പാലട പായസവും കഴിച്ച് ഞങ്ങൾ മാനാഞ്ചിറ സ്ക്വയറിലേക്കാണ് നേരെ വിട്ടത്.
അങ്ങനെ മൊത്തത്തിലുള്ള ലൈറ്റും ഡെക്കറേഷൻസും എല്ലാം കണ്ട് നൈസായിട്ട് എൻജോയ് ചെയ്തെന്ന് തന്നെ പറയാം. കുറേ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഒരു 9:30 വരെ തന്നെ നമ്മൾ മാനാഞ്ചിറ സ്ക്വയറിലുണ്ടായിരുന്നു. തിരിച്ച് വീട്ടിലോട്ട്. അപ്പോൾ എല്ലാവർക്കും